നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ ഉപരോധിച്ച് വാളറ മേഖലയിലെ കർഷകർ. കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കുളമാങ്കുഴി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാളറ മേഖലയിലുള്ള കർഷകർ നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്ന് കാട്ടാന വാളറ കുളമാങ്കുഴി പ്രദേശത്ത് എത്തി കൃഷിയും മറ്റും നശിപ്പിക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടുവാൻ പോലും ഇവിടെയുള്ളവർക്ക് ഭയമാണ്. ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കുളമാങ്കുഴി വാളറ മേഖലയിലുള്ള കർഷകർ നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. ഏക്കർ കണക്കിനുള്ള കൃഷിയാണ് കാട്ടാന നശിപ്പിക്കുന്നത്. പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയാലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വനപാലകർക്കെതിരെയും ജനരോഷം ശക്തമാവുകയാണ്. ഇതേ തുടർന്ന് കുളമാങ്കോഴി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കം ഒരു കൂട്ടം കർഷകർ കോതമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരവേലി വാർഡിന്റെ ഭാഗമായ വാളറ, കുളമാങ്കുഴി, പാട്ടയിടമ്പ്, കമ്പലയം പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ഞങ്ങൾ 3ഓളം സമരങ്ങൾ നേര്യമംഗലം റേഞ്ച് ഓഫീസ് NH ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞ് എന്നും വന്ന് അല്ലെങ്കിൽ റെഞ്ച് തത്തി തരാമെന്നും പറഞ്ഞു വന്ന് അളവെടുത്ത് പോകുമല്ലാണ്ട് ഈ 4 വർഷമായിട്ട് ഞങ്ങൾക്കൊരു സമരത്തിൽ ഇത് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഭീകരനായ ഒരു ആന വന്നിട്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണ്. അതായത് എല്ലാ സാധനവും കൊക്കോ, കുരുമുളക്, കാപ്പി, ജാതി എന്ന് വേണ്ട നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു സാധനം നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉള്ളത്. അപ്പോൾ ഈ പിന്നെ രണ്ടാമത്തെ പ്രശ്നം കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകളെ ഓടിക്കുകയാണ് ആന. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുകയാണ്. ഞങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഒരു കിലോമീറ്ററോളം ഭാഗം നമുക്ക് ഈ ഫോറസ്റ്റ് കടന്നാണ് നമ്മൾ നേര്യമംഗലം, വാളറ, അടിമാലി ഭാഗത്തേക്ക് കുട്ടികൾ എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും കുട്ടികളെ ഇപ്പോൾ വിടാൻ പേടിയാണ്. കാരണം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും വരുന്ന ആന വെളുപ്പിന് 7 മണി 8 മണിയായിട്ടാണ് ഈ പറമ്പുകളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ആറാട്ട് സംഘത്തെ നിയോഗിച്ച് ഞങ്ങൾ വിളിച്ചതിനനുസരിച്ച് ആറാട്ട് സംഘം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആന ആറാട്ട് സംഘം ആര് വന്നാലും പോകുന്നില്ല. അപ്പോൾ ഈ ആനയെ ഇവിടുന്ന് നമുക്ക് മയക്കുവെടി വെച്ച് സർക്കാർ ഒന്നില്ലെങ്കിൽ ഉൾവനത്തിൽ എവിടെയും കൊണ്ടുവിടുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. ഞങ്ങൾ വളരെ കുളമാങ്കുടി കുടി താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആനയുടെ ശല്യം കാരണം അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിള്ളേരെ പള്ളിക്കൂടത്തിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പോകാനോ തൊഴിലുറപ്പിന് വേണോ ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾ ഈ റേഞ്ച് ഓഫീസിലേക്ക് വന്ന സമരം എന്ന് പറഞ്ഞാൽ ഇനി കഞ്ഞിയും വിറകൊക്കെ വെച്ച് ഞങ്ങൾ ഇവിടെ കൂടുക. ഈ ആനനെ അവരെന്ന് തുരത്തണം അന്ന് ഞങ്ങൾ. നിലവിൽ പ്രദേശത്ത് നിൽക്കുന്ന 3 ആനകളെ നീക്കം ചെയ്യുവാൻ ഫോറസ്റ്റ് നിർദ്ദേശം കൊടുക്കുമെന്നും കാട്ടാനകളെ തുരത്തുന്ന RR ടീമിനെ സ്ഥിരമായി ഈ സ്ഥലത്ത് നിർത്തുവാൻ തീരുമാനിക്കുമെന്നും DFO സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനുള്ള ചർച്ച തിങ്കളാഴ്ച നേര്യമംഗലം 6-ാം മൈൽ ഓഫീസിൽ ചേരുമെന്ന് ഉള്ള ഉറപ്പിന്മേൽ ആളുകൾ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.